ആചാരങ്ങളുണ്ട്. ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്. അത് നിശ്ചയിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരാണ്. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ ചുരിദാറിട്ട് കയറാമോ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. ഇത് ഹിന്ദു ആചാരമാണ്. അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരമനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടുടുത്ത്, ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടുടുത്ത് മാത്രമേ കയറാൻ സമ്മതിക്കൂ. അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ്. അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി. അതൊക്കെ ഓരോ മതത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്, ഓരോ സമുദായത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചർച്ചിൽ, ഒരു പള്ളിയിൽ, മോസ്കിലേക്ക് ചെല്ലുമ്പോൾ ആ മോസ്കിൽ നിലവിലുള്ള ആചാരങ്ങൾ മാനിക്കാനും അനുസരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്.